ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ്ങിനായി ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഒരാൾ കയറി വരുന്നത് കണ്ടത്. ആരാണെന്നല്ലേ? നമ്മുടെ മയിൽവർണ്ണൻ. അവൻ നേരെ അകത്തേക്ക് തന്നെ കയറി വന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെയാണ്. അപ്പോഴേക്കും ഞാൻ അവന് തീറ്റ കൊണ്ടുവച്ച് കൊടുത്തു. അതൊക്കെ അവിടെ നിന്ന് എല്ലാം കൊത്തി കഴിച്ചതിന് ശേഷം അവൻ തിരിച്ചു പോകാൻ തുടങ്ങി. തിരികെ പോയി സോപാനത്തിൽ കുറച്ചു നേരം കയറിയിരുന്നു. അതിനുശേഷം അവൻ പോയി. ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർന്നതിന് ശേഷം ക്ലീനിങ്ങിനായി പുറത്തേക്കിറങ്ങി. ഈ ഭാഗമാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നത് കേട്ടോ. ഈ ആന്തൂറിയം ചെടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ദിവസമായി ഇവിടെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. ഗാർഡൻ കാണാൻ ഭംഗിയുണ്ടാകണമെങ്കിൽ നമ്മൾ കൂടെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഒരു ചെടിയും പെർമനൻ്റായി വയ്ക്കുകയില്ല, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പെർമനൻ്റായി വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇനി ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് ആന്തൂറിയത്തിനൊക്കെ കുറച്ച് ദിവസമായി വളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെ മുൻവശത്തിരിക്കുമ്പോൾ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ചാണകം കലക്കി എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തു വന്നപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. പെട്ടെന്ന് തന്നെ തൂത്ത് അവിടെയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ അകത്ത് കയറിപ്പോയി. ഇനി അടുത്ത ദിവസമാകാമെന്ന് കരുതി. എല്ലാ ചെടികൾക്കും വളമൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് നേരം ഒരുപാട് വൈകിയത്. ഇനി നാളെ ചെടികളെല്ലാം പറക്കി ഇവിടെ വയ്ക്കാം. അടുത്ത ദിവസം അവിടെയൊക്കെ ഒന്നുകൂടി കഴുകി കൊടുത്തതിന് ശേഷം എൻ്റെ കൈവശം കുറച്ച് ഗ്രാസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് പെബിൾസും കൈവശം ഉണ്ടായിരുന്നു, അതും നിരത്തി കൊടുത്തു. പുതിയ പ്ലാന്റുകളൊന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പ്ലാന്റുകൾ തന്നെയാണ്. അഗ്ലോണിമ പ്ലാന്റുകളാണ് ഇവിടെ വയ്ക്കാമെന്ന് കരുതിയത്. ഫസ്റ്റ് ഞാൻ ആ ക്രിസ്മസ് ചെടി തന്നെ കൊണ്ടുവച്ചു. ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല എന്താണെന്നുള്ളത്. ട്രെസീനിയോ അങ്ങനെ എന്തോ ആണ്. ഫിലോഡെൻഡ്രോൺ അവിടെയും വെച്ചു. അഗ്ലോണിമ പ്ലാന്റുകളെല്ലാം മുൻവശത്തും നിരത്തി വെച്ചു. ഇങ്ങനെയാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത്. പിന്നെ എനിക്ക് തോന്നി അത് 2 പ്ലാന്റ് എടുത്ത് അകത്തോട്ട് വയ്ക്കാമെന്ന്. അങ്ങനെ അഗ്ലോണിമ 2 പ്ലാന്റുകൾ ഫിലോഡെൻഡ്രോൻ്റെ അടുത്തേക്ക് വെച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കാണാനൊരു ഭംഗിയുണ്ടായോ?
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.